ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് തന്റെ കടമയാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മഹാശിവരാത്രി ദിവസം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1500-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചത് മഹാഭാഗ്യമായി കരുതുന്നതായും ഗവർണർ പറഞ്ഞു. മഹാശിവരാത്രി ദിനത്തിൽ രാജരാജേശ്വരന്റെ അനുഗ്രഹം തേടി കേരള ഗവർണർ തളിപ്പറമ്പിലെത്തി. രാവിലെ 10 മണിയോടെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാര്യയോടൊപ്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തിയത്. എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ദേവനാണ് രാജരാജേശ്വരൻ. ഈ മഹാശിവരാത്രി ദിവസം കേരളത്തിലെ ജനങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഗവർണർ എന്ന നിലയിൽ അത് തന്റെ കടമയാണ്. 1500-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥന നടത്താനും സാധിച്ചത് ഭാഗ്യമാണ്. എല്ലാവർക്കും ദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഗവർണർ പറഞ്ഞു. So what I prayed today is only for the development, betterment and utkarsha of our all Kerala people. I am the governor and it is my duty to demand for and pray for all the good things for my people in the state. All the betterment, their progress, their development, all that has to be here. So I have just prayed for that and I feel so honored that such an old temple, about more than 1500 years old, and deity and whole this atmosphere is so charged with the sacredness. I think certainly our Bhagwan Shiva Shankar will bless all of us. ഭാര്യ അനഘയോടൊപ്പമായിരുന്നു സന്ദർശനം. TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാറിന്റെയും എക്സിക്യൂട്ടീവ് ഓഫീസർ T രാജേഷിന്റെയും നേതൃത്വത്തിൽ ഗവർണറെ സ്വീകരിച്ചു. അരമണിക്കൂറോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ചിലവഴിച്ചു. രാജരാജേശ്വരന് പൊന്നിൻകുടം വഴിപാട് നടത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഗവർണറും ഭാര്യയും മടങ്ങിയത്. ഡിവൈഎസ്പിമാരായ പ്രദീപൻ കണ്ണിപ്പോയിൽ, K വിനോദ്, ജോഷി ജോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഉദ്യോഗസ്ഥരായ RDO TV രഞ്ജിത്ത്, തഹസിൽദാർ P സജീവൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.